everyone, welcome back to my channel. So after a while നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഞാൻ 8 മണിക്ക് എണീച്ചിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ 10 മണിക്കാണ് എണീച്ചത്. അതിനുശേഷമാണ് ഞാൻ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആരെയും പോലെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എണീച്ചാൽ നേരെ പോകുന്ന ബാത്റൂമിലേക്കാണ്. ഫേസ് ക്ലെൻസ് ചെയ്യുക, ബ്രഷ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്ത ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. നമ്മളൊരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കണ്ടവർക്കറിയാം. അത് ഷൂട്ട് ചെയ്തത് ഒരു 3 months ബാക്കാണ്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ. അപ്പോഴേ എൻ്റെ മൈൻഡിലുള്ളതാണ്. ആൻഡ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. ലൈക്ക് ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം എന്നെ തന്നെ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാറുണ്ട്. ഒന്നാമത്തെ റീസൺ, ഞാൻ എൻ്റെ ലൈഫായിട്ട് കുറേ എൻഗേജ്ഡ് ആയി, കുറേ കല്യാണം, പരിപാടി, തക്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ബിസി ലൈഫിൽ നിന്ന് എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കും കൂടി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ. സോ മേ ബി അത് എന്നെയും ഇൻസ്പയർ ചെയ്യാൻ കുറച്ചും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തേക്കാം. ആൻഡ് എബോവ് ഓൾ, എനിക്ക് എന്നെ തന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പോവാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിങ്ങനെ കഥ പറയാൻ തുടങ്ങിയാൽ പിന്നെ അതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. ബാക്ക് ടു റിയാലിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും പോലെ തന്നെ ഞാൻ എല്ലാം ഇന്ന് എന്തൊക്കെ ചെയ്യണം, ടു ഡു ലിസ്റ്റ് പോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ, വർക്കിന് പോകാത്തതുകൊണ്ട് ഞാൻ അധികം രാവിലെ വരെ എനിക്കൊരു മടി പിടിച്ചുകൊണ്ടാണ്, ഭയങ്കര ഒരു ലേസിനെസ് ആണ്. അപ്പം അതിനെ മാറ്റിയെടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഷോപ്പിംഗ് ഉണ്ട്. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആൾക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെയുള്ള കേസൊക്കെ ഞാൻ മാക്സിമം ഒന്നില്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ രാത്രി അങ്ങനെ പോകാറുള്ളൂ. ബിക്കോസ് എനിക്ക് രാവിലെ ഇറങ്ങുന്ന ആ ഒരു ശീലമില്ല. അത് ഭയങ്കര ടാസ്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എനിക്കത് ഇറങ്ങി കിട്ടാനുള്ള ഒരു മടി ഭയങ്കരമാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് മാറ്റിയെടുക്കാനും കൂടി യൂസ്ഫുൾ ആവില്ല. അങ്ങനെ രാവിലെ തന്നെ അറൗണ്ട് 10:30 ആയപ്പോൾ ഇറങ്ങി നേരെ അടുത്തുള്ള മാക്സിൽ, നമ്മൾ വീട്ടിനടുത്ത് തന്നെ ഉണ്ട് മാക്സ് കയറി. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ ടൗണിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ എന്തോ ഭാഗ്യവശാൽ നല്ല ഷർട്ട് തന്നെ കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. വേറെ എവിടെയും പോകാൻ നിന്നിട്ടില്ല. ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ടയേർഡായിട്ടോ. ബിക്കോസ് അത്രയും നല്ല വെയിലും ചൂടുണ്ടായിരുന്നു. ഞാൻ ഒന്നാമത് അത്ര ആ ഒരു രാവിലെ ഒന്നും ഞാനിങ്ങനെ ഇറങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം പിടിച്ച പോലെയാണ്. അപ്പോൾ ആ ഹീറ്റിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ നോർമൽ ലൈം തന്നെ, ബട്ട് അതിലേക്ക് കുറച്ചും കൂടി മിൻറ്റ് ലീവ്സും പിന്നെ കൊറിയാണ്ടർ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പ്, അതും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ഡ്രിങ്ക് ഇങ്ങോട്ട് ഉണ്ടാക്കി കുടിച്ച് അപ്പം തന്നെ നല്ല ഓൾമോസ്റ്റ് നല്ലൊരു റിഫ്രഷിങ് ഫീൽ ആയിരുന്നു. പക്ഷെ അതെനിക്കൊരു വലിയൊരു എന്താ അതിന് പറയുക, പ്രചോദനം, ഐ തിങ്ക് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു കിട്ടിയതായി. ലൈക്ക് ആ ഒരു രാവിലെ എണീറ്റ് പോയപ്പോൾ തന്നെ ലൈക്ക് കുറേ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയൊക്കെ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക. അപ്പം ഇതുപോലെ ഇൻഷാല്ലാ ഇനിയും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പ്ലാൻ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ വീടൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് 1:30 ആയപ്പോൾ പിന്നെ ഞാൻ കരുതി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് കടക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പോയി. അതായത് കുളിച്ച് പ്രെയറൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അപ്പോഴേക്കും എൻ്റെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ, ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്കെന്തോ ആ ഒരു ജ്യൂസ് കുടിച്ചില്ല, ആ ഒരു മിൻറ്റ് ലൈം അത് കുടിച്ചുകൊണ്ടാണോ അറിയില്ല, തീരെ മൂടില്ലായിരുന്നു. അതൊന്നാമത് ആ ടംബ്ലർ കാണുന്ന പോലെയല്ല, നല്ല വലിയ സൈസാണ് അത്. 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവ് അതിലുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അത് മുഴുവനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കാത്തിരുന്ന പാർസൽ പൊട്ടിക്കുകയാണ് ഗൈസ്. അങ്ങനെ അത് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ച അണ്ടർ 150, ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 130, യെസ് 130ൻ്റെ അണ്ടറിൽ വരുന്ന നല്ല അടിപൊളി 5 പീസ് വരുന്ന ബോൾ സെറ്റാണ്. അതൊരു പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര പിൻട്രസ്റ്റി ആൻഡ് പിങ്ക് കളറിലുള്ള ബോൾസ് ഇവിടെ ഇല്ല. ഉമ്മ അങ്ങനെ പിങ്ക് ഒന്നും വാങ്ങില്ലല്ലോ. അപ്പം എന്തായാലും വേർത്താണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഒരു വർക്ക് ഉണ്ട്. ടൈമിൽ തന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിലെ കുറച്ച് ചിപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്, ഞാൻ ചിപ്സ് അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അതെല്ലാം ഖത്തം ആയപ്പം ഞാൻ കുറച്ചും കൂടി ചിപ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോണിറ്റോസിൻ്റെ നാച്ചുറൽ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒന്നും നോക്കേണ്ട 2 വാങ്ങിച്ചു. ഈ പിങ്കോൻ്റെ പോപ്സ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ കരുതി വാങ്ങിച്ചിട്ടുണ്ട്.
എഗെയിൻ അതന്നെ കോർണിറ്റോസിൻ്റെ നാച്ചോ ചിപ്സ്. ദെൻ ലാസ്റ്റ്ലി കേൾസ് ഞാനൊരു അങ്ങനെ കഴിക്കാറില്ല, ബട്ട് എന്തോ ആവേശം കണ്ടപ്പോൾ അതൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. എനിക്കുള്ള വർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓർഡേഴ്സ് എടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിട്ടും അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ. മെയിൻലി സൗദി ബേസ്ഡ് ആണ്. ഇന്ത്യയും സൗദിയും എടുക്കാറുണ്ട്, ബട്ട് കൂടുതലും സൗദിയാണ്. അതായത് ദമാം ബേസ്ഡ് ആണ്. ദമാം ബേസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് എടുക്കാറ്. അപ്പം അതിൻ്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു A4 സൈസിലുള്ള ഫ്രെയിമിലേക്കുള്ള ഫോട്ടോസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ പണി കഴിക്കാമെന്ന് കരുതി. പക്ഷേ അപ്പോഴാണ് ഞാൻ ഓർത്തത് തംബ്നെയിൽ സെറ്റ് ചെയ്യാനുണ്ട്, പിന്നെ യൂട്യൂബിൻ്റെ വേറൊരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. ക്യാൻവ ആപ്പിലാണ് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ തംബ്നെയിലിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കുറേ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്യണം വിചാരിച്ചിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ക്യാൻവ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പല രീതിയിലുള്ള തംബ്നെയിലിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടും. പിന്നെ തംബ്നെയിൽ മാത്രമല്ല കേട്ടോ, മറ്റുള്ള എന്തിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കുള്ള, അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസ് ആണെങ്കിലും സൈസ് അടക്കം നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. പോസ്റ്റ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും അങ്ങനെയുള്ള എന്തിനാണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ജസ്റ്റ് ടെംപ്ലേറ്റ്സ് ആകുമ്പോൾ നമുക്ക് സിംപ്ലി സാധനങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡൂഡിൽസും പിന്നെ അതുപോലെ തന്നെ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ തംബ്നെയിലിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ തംബ്നെയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തംബ്നെയിൽ യൂട്യൂബ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് തംബ്നെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് വേണ്ടത് എടുക്കാം. എങ്ങനത്തെ ടൈപ്പാണോ നിങ്ങളുടെ കോണ്ടന്റ്, എങ്ങനത്തതാണോ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് അതെടുക്കാം. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കണ്ടോ, സിംപ്ലി നമുക്ക് അതിൽ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ ഫോട്ടോ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹോപ്പിംഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ അസർ പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കിച്ചണിലേക്കാണ്. എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്ത ആണ്. ഓയിൽ പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്ത്. ഇത് സിമ്പിളാണ്, ഉള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യും. ഞാൻ സ്ക്രംബിൾഡ് എഗ്ഗാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ ബട്ടറും പാലും ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച വെജീസും പാസ്തയും കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ, വെരി സിമ്പിളാണ്. ഞാനങ്ങനെ വൈറ്റ് സോസിന് കംപ്ലീറ്റ്ലി നമ്മൾ മൈദ ഇട്ടിട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ടോ അങ്ങനെ ആക്കാറില്ല. ഞാൻ എപ്പോഴൊക്കെ മൈദ ഇട്ടിക്കണോ അതെനിക്കൊരു മെസ്സായിട്ടാണ് ആവല്, മൊത്തത്തിൽ ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് ഞാൻ വെറും പാല് നല്ലോണം കുറുക്കിയെടുത്തിട്ട് ചീസ് ആഡ് ചെയ്ത് നോക്കിയത്. അപ്പം നല്ല വൃത്തിയിൽ തന്നെ വൈറ്റ് സോസ് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മൈദ ആഡ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ച ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവളുടെ വീട്ടിൽ പോയ പിന്നെ ഞാൻ കോണ്ടൻ്റ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അവിടെ നേരെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നായിരുന്നു വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അഭിപ്രായം അറിയിക്കാൻ മറക്കേണ്ട. ഇപ്പം നിങ്ങളുടെ നെഗറ്റീവ്സ് ആണെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും ഐ എം ഓൾ ഇയേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.